ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. പിന്നെ അതുപോലെ 2 മിററും മാറ്റാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഈ ബാക്കിലെ ബ്രേക്സ് നമുക്ക് മാറ്റണുണ്ട്. ബാക്കിലെ ബ്രേക്സും മാറ്റണം, അതുപോലെ ബാക്കിലെ ഈ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം. അത് 2 ഔട്ടർ ഒഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ 2 ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം. ഫ്രണ്ടിലെ 2 ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ ഒഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ കേബിളിൻ്റെ ഇന്നറൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഈ 3 ബ്രേക്കിൻ്റെ കേബിളും അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ ലൈനറും ബ്രേക്സും മാത്രം. ഒരു സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്ക് ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് കേബിളൊന്നും അതിലഴിക്കണം, ഫ്രണ്ടൊക്കെ അഴിക്കണം നമുക്ക്. അപ്പോൾ ആ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ആ കേബിളും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ. പിന്നെ അതുപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെറിയ ഷേപ്പ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും മാറ്റമുണ്ടാകും. അതായത് നമ്മൾ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ വീൽ ബെയറിങ് കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ നമുക്കൊരു മാറ്റാനായിരുന്നു. എഞ്ചിൻ ഓയിലും കൂടി മാറ്റുന്നുണ്ട്. അതുപോലെ 2 മിററും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. ഡിയോ മോഡലാണ്, ഹോണ്ട ഡിയോൻ്റെ മിററാണ് വയ്ക്കുന്നത്. അതുകൂടി ഒന്ന് സെറ്റ് ആക്കുന്നുണ്ടോ. അപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം.